ഹായ് ആൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനേഷന്റെ ഡേറ്റുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ നിന്നുണ്ടായ ഒരു സംശയമുണ്ട്, അതിനുള്ളൊരു മറുപടിയായിട്ടാണ്. നമുക്കറിയാം 2025 സംബന്ധിച്ചിടത്തോളം റെയിൽവേയുമായി ബന്ധപ്പെട്ട് ധാരാളം നോട്ടിഫിക്കേഷനുകൾ വന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം നോട്ടിഫിക്കേഷൻ വരികയും അതിൽ നാലാമതായിട്ട് വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു നമ്മുടെ സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റ്. അതിന്റെ ഡേറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. അതായത് ഫെബ്രുവരി 11, 12 തീയതികളിലായിട്ടായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നതെന്ന് റെയിൽവേ ഔദ്യോഗികമായിട്ട് തന്നെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. അതായത് നോർത്ത് ഇന്ത്യൻ ചാനലുകൾ, പ്രത്യേകിച്ചും നമ്മുടെ ഹിന്ദി ലെവൽ മാധ്യമങ്ങളൊക്കെ ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ച് ഔദ്യോഗികമല്ലാത്ത ചില ഡേറ്റുകൾ പബ്ലിഷ് ചെയ്തിരുന്നു. അന്ന് ഈ ഒരു സെക്ഷൻ കൺട്രോളറുടെ ഡേറ്റ് അവർ പറഞ്ഞിരുന്നത് 11 അല്ലെങ്കിൽ 12 എന്ന രീതിയിൽ തന്നെയായിരുന്നു, ഫെബ്രുവരി മാസത്തിൽ നടക്കുമെന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഏറെക്കുറെ അവരുടെ പ്രഡിക്ഷൻസ് കൃത്യമാണ് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് 1 അവർ പറയുന്നത് 13, 16 ഫെബ്രുവരിയാണ്. അതുപോലെ തന്നെ ALPക്ക് 18 മുതൽ 20 വരെയുള്ള തീയതികളാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെ 3, 6 മാർച്ചുകളായിരിക്കും, 3 മുതൽ 6 വരെയുള്ള മാർച്ച് മാസത്തിലായിരിക്കും നടക്കുന്നതെന്നും അവർ പറയുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ALPയെ സംബന്ധിച്ചിടത്തോളം ഡേറ്റ് ഫെബ്രുവരി മാസത്തിലാണ് അവർ പറയുന്നത്. അത് തന്നെ 18 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഒരു ALPക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ കൃത്യമായ തയ്യാറെടുപ്പുകളിലൂടെ പോയെങ്കിൽ മാത്രമേ ALP എക്സാമിനേഷൻ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ്. മാത്രമല്ല അത്യാവശ്യം സാലറി സ്കെയില്, അതായത് നമ്മുടെ ഡ്യൂട്ടിയുടെ അടിസ്ഥാനത്തിൽ അത്യാവശ്യം സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ ഒരു ALP എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തയ്യാറെടുപ്പുകൾ തീർച്ചയായിട്ടും തുടങ്ങേണ്ട സമയമാണ്. ഇനി സമയമുണ്ട് എന്ന് കരുതരുത്. ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായ ചിട്ടയോടുകൂടിയ തയ്യാറെടുപ്പുകൾ വേണം. അതിൽ തന്നെ എക്സാമിനേഷന്റെ പ്രാക്ടീസുകൾ നിങ്ങൾ നിരന്തരമായി കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ തന്നെ ഇതൊരു ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പൊന്നുമല്ല, റെയിൽവേ പബ്ലിഷ് ചെയ്തിട്ടുമില്ല. ഈ ഒരു ഡേറ്റ്, അതായത് നമ്മുടെ സെക്ഷൻ കൺട്രോളറിന്റെ ഡേറ്റ് ഇത്തരത്തിൽ വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഡേറ്റയെ നമ്മളൊരു ആധികാരിക ഡേറ്റയായിട്ട് കൺസിഡർ ചെയ്തത്. ഈ ഒരു ഡേറ്റിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം, കാരണം റെയിൽവേ ആണ് ഇത് ഔദ്യോഗികമായിട്ട് അറിയിക്കേണ്ടത്. ഒരു എക്സ്പെക്ടേഷൻ ബേസ്ഡ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ മീഡിയാസിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ചാനലുകളിലും ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഡേറ്റ അനലിറ്റിക്കലായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം മാക്സിമം പരീക്ഷ അടുത്തുണ്ടാകുമെന്ന് കരുതി തന്നെ നമ്മൾ തയ്യാറെടുപ്പുകളായിട്ട് മുമ്പോട്ട് പോകുന്നത് നമുക്ക് ജോലിയിലേക്കുള്ള അല്ലെങ്കിൽ എക്സാമിനേഷനിലേക്കുള്ള നമ്മുടെ സമ്മർദ്ദം ഒഴിവാക്കാനുള്ള ഒരു സുവർണ അവസരമാക്കി മാറ്റാം. അതിനായിട്ട് ഏണസ് അക്കാഡമിയിലെ RRB ALPയുടെ കോഴ്സുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം അത് ഓൺലൈൻ കോഴ്സുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുവാനും പഠിക്കുവാനും പറ്റും. മാത്രമല്ല നിരന്തരമായിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാമിനേഷൻ്റെ ഓതന്റിക് സ്പീഡ് നേടിയെടുക്കാനും കഴിയും. ഇത്തരത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.